അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 23ാമത്തെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഓൺലൈനായിട്ട് നാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ചെറിയ ചില അറിവുകൾ മാത്രമാണ്. വളരെ ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം ഇത് ഇൻ്റർമീഡിയറ്റ് ലെവലാണല്ലോ. അപ്പോൾ നാം പരിചയപ്പെടാൻ പോകുന്ന കമ്പ്യൂട്ടർ അപ്ലൈഡ് ട്രാൻസ്ലേഷൻ ടൂൾ എന്ന് പറയുന്ന CAT ടൂൾസിനെ കുറിച്ചാണ്. അതേപോലെ ഓൺലൈൻ ട്രാൻസ്ലേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ആദ്യമായി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻ എന്നാണ് CAT. ഓക്കെ, ഇത് ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, കാരണം ഇംഗ്ലീഷാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയും. ഞാനതിലുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് പറയുന്നത്. ഈ ടൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതേപോലെ ഈ ടൂളുകൾ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. പിന്നെ അതിന് പുറമേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു വിശാലമായൊരു സൗകര്യം ചെയ്തു കൊടുക്കും. അവരുടെ മുമ്പ് ചെയ്ത സംഗതികൾ, മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത മെമ്മറികൾ ഉപയോഗിച്ച് ആ ഒരു വേർഡുകൾ തന്നെ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ മറ്റുള്ള പല ഫെസിലിറ്റീസും ഈ ടൂളുകൾക്കുണ്ടാകും. ഓക്കെ, ആദ്യമായി ഫസ്റ്റ് പോയിൻ്റ്, റീയൂസ് പ്രീവിയസ് ട്രാൻസ്ലേഷൻ. മുമ്പ് ഉപയോഗിച്ച ട്രാൻസ്ലേഷനും വീണ്ടും അത് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനെ മുഅസ്സസത്തുൻ തഅലീമിയ എന്നൊരിക്കൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം വീണ്ടും നമ്മളുടെ ട്രാൻസ്ലേഷൻ്റെ വർക്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വരികയാണെങ്കിൽ അവിടെ മറ്റുള്ള പദം ഉപയോഗിക്കാതെ ഇതേ പദം തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷന് ഒരു ഏകീകരണവും ഒരു യൂണിഫോമിറ്റിയും ഒക്കെ കിട്ടും ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, അതായത് ഒരേ ലെവലിലുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും. സ്വാഭാവികമായിട്ട് നാം മാനുവലായി ചെയ്യുമ്പോൾ പലപ്പോഴും പദങ്ങൾ മാറുകയും ചില ഏരിയയിൽ ട്രാൻസ്ലേഷൻ്റെ പവർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, കാരണം കമ്പ്യൂട്ടർ ബേസ്ഡാണല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള, ഏകദേശം ഒരേ അളവിലുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ എഴുതിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൻ്റെ ആവശ്യം നമുക്ക് വരികയില്ല. ഒന്നുകൂടെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും, ഓട്ടോമേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ നാം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു കമ്പനിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് ഇത് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഒരേ ഡോക്യുമെൻ്റ് വ്യത്യസ്ത കമ്പ്യൂട്ടറുകളിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ ഏകോപിപ്പിക്കാനും അത് പെട്ടെന്ന് വർക്ക് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ കഴിയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനെ ചെറിയ സെക്ടറായിട്ട് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കി തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലെങ്തി എസ്സേയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസുകൾ ആക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റുകളാക്കിയിട്ട് അതിനെ തിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാനുവലായി അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ആ കമ്പ്യൂട്ടറിലേക്ക് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള ഗ്രാമറ്റിക്കൽ എററുകൾ, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ, ഫോർമാറ്റിംഗ് മിസ്റ്റേക്കുകൾ, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതേപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ലേഷൻ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ, നാം മാനുവലായി ചെയ്യുമ്പോൾ ഒരു പക്ഷേ മറന്നിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ട്രാൻസ്ലേഷനൊക്കെ മിസ്സായിട്ടുണ്ടാവും, അതൊക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻഡ് പങ്ക്ച്വേഷൻ കൺസിസ്റ്റൻസി. ന്യൂമറിക്കൽ നമ്പറൊക്കെ വളരെ കറക്റ്റായിരിക്കും. ഇംഗ്ലീഷിൽ കൊടുത്ത അതേ നമ്പർ തന്നെ അറബിയിലേക്ക് വരും, അറബിയിൽ കൊടുത്ത അതേ നമ്പർ തന്നെ ഇംഗ്ലീഷിലേക്ക് വരും. മനുഷ്യന്മാരായ നാം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില നമ്പറുകളൊക്കെ മാറിപ്പോകും, അതൊക്കെ ഒഴിവായി കിട്ടും നാം ഇങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് CAT ടൂൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ.
അപ്പോൾ നാം ട്രാൻസ്ലേഷൻ കോഴ്സിലെ വിദ്യാർത്ഥികളാകുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള അറിവ് ഇല്ലെങ്കിൽ വളരെ മോശമാകും. അതുകൊണ്ടാണ് ഇത്തരമൊരു എപ്പിസോഡ് നമ്മുടെ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ ഈ ഒരു സീരീസിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായി ഉപയോഗപ്പെടുക. അപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസ്ലേറ്റേഴ്സിന് ഒരേ സമയം തന്നെ ഒരു പ്രൊജക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ബുക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്, ഒരു കേസിൻ്റെ ഒരു ഫയൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അവർ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്താൽ അത് മൊത്തത്തിൽ ഒരു ഫയലായി മാറുകയും എല്ലാ ഫയലിലും ഒരേ രീതിയിലുള്ള കൺസിസ്റ്റൻസിയും ഒക്കെ അതിൽ കിട്ടുകയും ചെയ്യും. സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് പറയുന്നത്, നമ്മൾ മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ടൂൾസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഇവിടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, വേറെ ഒരാൾ ഇതിൻ്റെ അതേ ടീമിലുള്ള ഒരാൾ ചെന്നൈയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, വേറൊരാൾ ഡൽഹിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലോസറികൾ, പദങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച ട്രാൻസ്ലേഷൻ മെമ്മറികളൊക്കെ അവനും അതേസമയം അവിടെ നിന്ന് എടുക്കാൻ കഴിയും. നമ്മൾ സാധാരണ ഗൂഗിളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളതുപോലെ എല്ലാവർക്കും ഒരേ സമയം ആക്സസ് ഉണ്ടാകും. അതാണ് ഈ CAT ടൂളിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രധാനപ്പെട്ട ഒരു 5 CAT ടൂൾസാണ് പരിചയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നതേ ഉള്ളൂ. അതിലൂടെയുള്ള വർക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം നോക്കാവുന്നതാണ്. ഒന്നാമതായി SDL ട്രാഡോ സ്റ്റുഡിയോ. ഇതാണ് അറിയപ്പെട്ട ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ടൂൾ, CAT ടൂൾ. കുറച്ച് പൈസ കൊടുത്ത് വാങ്ങേണ്ട സംഗതിയാണ്. അപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ എല്ലാ കമ്പനികളൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സംഗതിയാണ് CAT ടൂൾ. SDL ട്രാഡോസ് എന്നാണ് അതിനെ ചുരുക്കി പറയുക. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള CAT ടൂളാണ്. പ്രൊഫഷണൽ കോർപ്പറേറ്റ് ട്രാൻസ്ലേഷനിലാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ മെമ്മറി, നമ്മൾ ഉപയോഗിച്ച ട്രാൻസ്ലേഷൻ മെമ്മറി നല്ലോണം ഉപയോഗിക്കും. അതുപോലെ തന്നെ മെഷീൻ ട്രാൻസ്ലേഷന്, പിന്നെ ടെർമിനോളജികൾ. അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തെറ്റും. നേരെ മറിച്ച് അതിലുപയോഗിച്ച ഒരു ഇംഗ്ലീഷിലുള്ള പദത്തിന് കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു അറബി പദം ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ടൂള് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ലാർജ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രാൻസ്ലേഷൻ ഏജൻസികൾക്കൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാവുക. ഒരു മാഗസിനിൽ വന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും ഒരു അറബിയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്താൽ വളരെ വൃത്തിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തതാണ് മെമോക്യൂ എന്ന് പറയും. മെമോക്യൂ ഇത് ട്രാഡോസിൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്. അതൊന്നുകൂടി ഉപയോഗിക്കാൻ വളരെ സുഖമാണ്. ട്രാഡോസ് ഒന്നും ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഈ മെമോക്യൂ എന്ന് പറയുന്നത് മോർ യൂസർ ഫ്രണ്ട്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ടീമുകൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നുകൂടി ഉപയോഗപ്രദമായ സംഗതിയാണ് ഈ മെമോക്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ആർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അക്കാഡമിക് ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സയൻസിലുള്ള ഒരു ജേണൽ അത് ഇംഗ്ലീഷിൽ നിന്നും ഫ്രഞ്ചിലേക്കാക്കണം, അല്ലെങ്കിൽ ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിലേക്കാക്കണം. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് മെമോക്യൂ. അപ്പോൾ കൂടുതലായിട്ട് ഫ്രീലാൻസ് വർക്കേഴ്സ് അതുപോലെ തന്നെ അക്കാഡമിക് ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റിന് ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് മെമോക്യൂ. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ നാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ടൂളാണ് വേഡ് ഫാസ്റ്റ് എന്ന് പറയും. ഒന്നുകൂടി വേഡ് ഫാസ്റ്റ് കുറച്ചുകൂടി സൈസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാഡോസിനൊക്കെ അപേക്ഷിച്ച് ഒന്നുകൂടി സാമ്പത്തികമായിട്ടും നമുക്ക് എക്കണോമിക് ബജറ്റ് ഫ്രണ്ട്ലിയാണ്. കുറച്ചുകൂടി പൈസ അത്ര ആവശ്യമില്ല വേഡ് ഫാസ്റ്റിന്. പിന്നെ അതുപോലെ തന്നെ ഇത് മൈക്രോസോഫ്റ്റ് വേർഡുമായിട്ട് ബന്ധിച്ചിട്ടാണ് ഈ വേഡ് ഫാസ്റ്റ് ഉപയോഗിക്കുന്നത്. വേർഡിലൂടെയുള്ള ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴാണ് ഈ വേഡ് ഫാസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് കാര്യമായിട്ട് ഇതിൻ്റെ ഉപയോഗം ബിഗിനേഴ്സ്, നിങ്ങളെപ്പോലത്തെ അല്ലെങ്കിൽ ആരാണോ ട്രാൻസ്ലേഷൻ തുടങ്ങി പഠിക്കുന്നത് അവർക്ക്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ലേറ്റേഴ്സ്
മറ്റുള്ള ആളുകളൊന്നും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. ഓരോരുത്തർക്ക് ഓരോ പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് വേറൊരാളെയും ഹെൽപ്പോ അല്ലെങ്കിൽ ഒരാളുടെ മോണിറ്ററിങ്ങോ ഒന്നും ആവശ്യമില്ലാതെ സ്വന്തമായി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ ആപ്പ് ഉപകാരപ്പെടുക. വേർഡ് ഫാസ്റ്റ്. ഓക്കെ. പിന്നെ അടുത്തതാണ് സ്മാർട്ട് കാറ്റ്. ഇത് ഫ്രീ ആണ്. മറ്റുള്ളതൊക്കെ പൈസ കൊടുത്തിട്ടാണ്, ഇത് ഫ്രീ ആണ്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് CAT ടൂളാണ്. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ അതിനൊരു സ്റ്റോറേജ് ഉണ്ടാകും. അതാണ് ക്ലൗഡ് ബേസ്ഡ്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും ക്ലൗഡ് ബേസ്ഡ്. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഒരു ക്ലൗഡ് ബേസ്ഡ് ആണല്ലോ, മെമ്മറി ആണല്ലോ. അപ്പോൾ അതേപോലെ ഇതും ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന ഡാറ്റകളൊക്കെ നേരെ ഓൺലൈനിലേക്ക് സ്റ്റോറേജ് സിസ്റ്റത്തിലേക്കാണ് പോവുക. പിന്നെ ഇതും പരസ്പരം കൊളാബറേഷൻ ഫീച്ചേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അതായത് ഒരാൾക്ക് ഇവിടെ നിന്ന് ചെയ്യാം, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്ക് അവിടെ നിന്ന് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു സ്പ്രെഡ് ഷീറ്റൊക്കെ ഉള്ളതുപോലെ. പിന്നെ അതുപോലെ തന്നെ മെഷീൻ ട്രാൻസ്ലേഷൻ എൻജിൻസിനെ ഒന്നുകൂടി സ്പീഡാക്കും. സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി സ്പീഡാക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഇത് ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ടീം ബേസ്ഡ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഒരു ട്രാൻസ്ലേഷൻ ടൂളാണ് ഒമേഗാ-ടി. അതും ഒരു ഫ്രീ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ലേറ്റർ ടൂളാണ്. എല്ലാവരും ഫ്രീ ആയിട്ടാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വളരെ പ്രചാരമുള്ള ഒരു ട്രാൻസ്ലേറ്റർ CAT ടൂളാണ് ഒമേഗാ-ടി. ഓക്കെ. അത് ബേസിക് ട്രാൻസ്ലേഷൻ നീഡ്സിന് പറ്റും. അതുപോലെ തന്നെ സ്മാൾ പ്രൊജക്റ്റ്, സ്റ്റുഡൻറ്റ് ലേണിംഗ് CAT ടൂൾസ്. ഇത് ട്രാൻസ്ലേറ്റഡ് CAT ടൂളുകളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് ട്രാൻസ്ലേറ്റഡ് ടൂൾ, ഒമേഗാ-ടി. ഓക്കെ. പിന്നെ ജസ്റ്റ് ഒന്ന് ഓരോന്നിൻ്റെയും യൂസർ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു ഇമേജ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇമേജിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം. SDL ട്രാഡോ സ്റ്റുഡിയോൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ്, അത് തുടങ്ങുന്ന ഒരു വിൻഡോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു സൈഡിൽ ട്രാൻസ്ലേഷൻ വരും, അപ്പുറത്ത് അതിൻ്റെ മറ്റുള്ള ഭാഷയിൽ വരും. പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് കാറ്റ്, ഇവിടെ ഇംഗ്ലീഷ് സ്പാനിഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇംഗ്ലീഷ് ഈ സൈഡിൽ കാണുന്നു, മറ്റുള്ളത് മറ്റേ സൈഡിൽ കാണുന്നു. എന്തെങ്കിലുമൊക്കെ എററുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും അത് കാണുകയും ചെയ്യും. പിന്നെ ഓരോ സെഗ്മെൻ്റാക്കി തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ചെറിയ സെൻറ്റൻസുകളായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഒമേഗാ-ടി ഫ്രീ ആയിട്ടുള്ള അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അത് ഇംഗ്ലീഷിൽ നിന്നും റഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെമോക്യൂവിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ്റെ ടൂളാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേർഡ് ഫാസ്റ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ CAT ടൂളായ വേർഡ് ഫാസ്റ്റിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസാണ് അവിടെ കാണിക്കുന്നത്. ഇനി അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അസസ്മെൻറ്റിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ട് ഉള്ളൊരു അസസ്മെൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അസസ്മെൻറ്റ്, നിങ്ങൾ പ്രത്യേകം ഈ വോയിസ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സെൻറ്റൻസുകൾ, ഒരു പാരഗ്രാഫ്, ചുരുങ്ങിയത് ആ പാരഗ്രാഫ് 25 വേർഡ് വേണം. ചുരുങ്ങിയത് ഒരു ഏറെക്കുറെ കണക്ക് പറഞ്ഞാണ്, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ 25 വേർഡുള്ള ഒരു ഇത്, അത് അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏതുപയോഗിച്ചിട്ട്? ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒമേഗാ-ടിയോ അല്ലെങ്കിൽ സ്മാർട്ട് കാറ്റോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ അതിലൂടെ ട്രാൻസ്ലേഷൻ മെമ്മറി എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ടെർമിനോളജി എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക് അതിൻ്റെ ഇംഗ്ലീഷും അതുപോലെ തന്നെ അറബിയും രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്കുള്ള അസസ്മെൻറ്റിൻ്റെ ലിങ്ക് അതിലുണ്ടാകും. അതിൻ്റെ അവസാനമാണ് അസസ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഇതുണ്ടാവുക. അപ്പോൾ അവിടെ ഇംഗ്ലീഷും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ അറബിയും എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക.
ചുരുങ്ങിയത് 25 വേർഡ് വേണം. ആരും മറ്റുള്ള ഒരാളത് കോപ്പി അടിക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.